ശ്രീ അൻവർ, താങ്കളുടെ കുടുംബം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബം, താങ്കളുടെ പിതാവ് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി, താങ്കൾ ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ചു. അതിനുശേഷം ഏറനാട് അവിടെ മത്സരിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, പിന്നീട് നിലമ്പൂരിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിക്കുന്നു, വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ ഏതാണ്ട് ഒരു ചക്രം പൂർത്തിയാക്കുന്നത് പോലെ താങ്കൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ലേക്ക് തിരിച്ചെത്തുന്നതിനുള്ള കളമൊരുങ്ങുകയാണ്. ഇന്ന് നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നു. ഇനി UDF-നൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചോ? അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആ നേതാക്കളുമായി നടത്തിയിട്ടുണ്ട്? ഞാൻ ഈ പിണറായിസത്തിനെതിരെ പറഞ്ഞിട്ടാണല്ലോ പുറത്തിറങ്ങിയത്. ഈ പിണറായിസത്തിനെതിരെ പറഞ്ഞുള്ള പോരാട്ടം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ ദുർഭരണത്തിനെതിരെ ഇപ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ഒരു മലയോര കർഷകൻ എന്ന നിലക്ക്, ഒരു മലയോരത്തെ പ്രതിനിധി എന്ന നിലക്ക് അത് ഏറ്റെടുക്കലിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇവിടെ UDF-മായി ഞാൻ കൈകോർക്കുന്നത് ഇവിടുത്തെ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനാണ്. ഈ ഗവൺമെൻറ്റിന് അധികാരത്തിൽ വരുന്നത് ജനങ്ങളെ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരാനുണ്ട്. അവരുടെയൊക്കെ ആശങ്ക എന്താണ്? UDF-മായി ഒരു ധാരണ ഉണ്ടാവുമോ? UDF എടുക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, എന്താ ഇത്ര അർജൻറ്റ് അറസ്റ്റ്? 3-4 ദിവസം മുമ്പാണ് ചില MLA-മാർ എൻ്റെ കൂടെ വരാൻ തയ്യാറാകുന്നു എന്ന വാർത്ത വന്നത്. നിലവിലുള്ള MLA-മാർ മാത്രമല്ല, ഒരുപാട് മുന്നേ MLA-മാരുണ്ട്, മുന്നേ 1-2 MP-മാരുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചവരുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുണ്ട്, ഇടതുപക്ഷ മുന്നണിയിലെ ചില ഘടകകക്ഷികളുണ്ട്, അവരുടെ നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ ഡയറക്റ്റായിട്ട് ഒരു പാർട്ടിയിലേക്ക് പോകാൻ അവർക്ക് കഴിയില്ല. അതിനൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിൽ വരണം. ഇപ്പോൾ നമ്മുടെ ഈ മലയോര മേഖലയിലെ 100ഓളം കർഷക സംഘടനകളുണ്ട്. അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ പോരായ്മ കൊണ്ട് രാഷ്ട്രീയം തന്നെ നിർത്തിയിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് ഈ മലയോര കർഷകരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അവരൊരുമിക്കാൻ തയ്യാറാണ്. ഇവിടുത്തെ തിരുമേനിമാർ, സഭകൾ, അവരിന്ന് നിസ്സഹായരാണ്. അവർക്കൊന്നും ഈ ആ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റിന്റെ നിലപാടുകൊണ്ട് അവർ ഈ വിഷയത്തിൽ യോജിക്കാൻ തയ്യാറാണ്. യാഥാർത്ഥ്യ ബോധത്തോടെ അതിന്റെ തീവ്രത ഉൾക്കൊണ്ട് നയിക്കാൻ ആരുമില്ല, അതിനെ അഡ്രസ് ചെയ്യാൻ ആരുമില്ല എന്നൊരു വലിയ പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഫോറസ്റ്റ് രാജാണ് എന്ന് തന്നെയാണ് ജനങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യം. ആ ഒരു മേഖലയെ പ്രതിനിധീകരിക്കാൻ താങ്കൾക്ക് കഴിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് കഴിയുമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഫോറസ്റ്റ് രാജാണെന്ന് നിങ്ങളോട് തന്നെ നേരിട്ട് പറഞ്ഞല്ലോ. ഈ നിയമം ഇപ്പോൾ വരാൻ പോകുന്ന ഭേദഗതി വന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടകളായി മാറും. ഒഫീഷ്യൽ ഗുണ്ടകൾ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഗുണ്ടകൾ, അത്രയുള്ള അമിത അധികാരമാണ് കൊടുക്കുന്നത്. ഈ അധികാരമെങ്കിലും അവർക്ക് കൈമാറ്റപ്പെട്ടാൽ കേരളത്തിലെ മലയോര മേഖലയിൽ ഒരു സമരം പോയിട്ട് ഒരു സെമിനാർ പോലും നടത്താൻ കഴിയില്ല. അങ്ങനെ ജനങ്ങളെ പരിപൂർണമായിട്ടും അവരുടെ നാവടക്കുകയും അവരുടെ ശേഷി ഇല്ലാതാക്കുകയും ഈ പ്രതിരോധ സമരങ്ങൾ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധ സമരങ്ങളെപ്പോലും ഫോറസ്റ്റിന് നേരിട്ട് അതിനെ നേരിടാനും ഇല്ലായ്മ ചെയ്യാനും കഴിയും. ഇന്ന് പോലീസിൻ്റെ സഹായം വേണം. അവർ പരാതി കൊടുക്കണം, അവരെ തടസ്സപ്പെടുത്തി, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, പോലീസ് അന്വേഷിക്കണം, എന്നിട്ട് കേസെടുക്കണം. അതിന് പകരം CRPC-യുടെയും IPC-യുടെയും പവർ കൂടി ഈ പറയുന്ന ബീറ്റ് ഓഫീസർ ഇൻക്ലൂഡിങ് ദ ഫോറസ്റ്റ് വാച്ചർ എന്നാണ് അമെൻമെൻറ്റ് പറയുന്നത്. അപ്പോൾ അവർ ഗുണ്ടകളായിട്ടേ മാറൂ. അവിടെയാണ് ഇതിൻ്റെ വിഷയം. ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ ഈ ഭേദഗതിയിൽ ഉണ്ടാകുന്നു എന്ന് താങ്കൾ പറയുന്ന ഒരു പ്രശ്നം, താങ്കൾ പറഞ്ഞത് അതിനപ്പുറമുള്ള ഒരു പ്രശ്നം, നാട്ടിൽ മൊത്തം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു, ജനജീവിതം ദുസ്സഹമാകുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ. ഇതിന് ഏതെങ്കിലും സർക്കാർ മാറി വരികയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും തരത്തിലൊരു ഒരു അവസാനം ഉണ്ടാകുന്ന കാര്യമാണോ യഥാർത്ഥത്തിൽ? പിന്നെ അവസാനം ഇല്ലേ? ലോകരാജ്യങ്ങളൊന്ന് പരിശോധിക്കൂ. ഏറ്റവും ഫോറസ്റ്റ് രാജ്യം കാനഡയാണ്, അത് കഴിഞ്ഞാൽ അമേരിക്കയാണ്, അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. ഇവിടെയൊക്കെ കോടാനക്കോടി വന്യജീവികളുണ്ടല്ലോ. അവരെയൊക്കെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇതിനെ ഒബ്സർവ് ചെയ്യാനൊരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ എണ്ണം വർധന വരെ പഠിക്കുന്നുണ്ട്. കൊന്നുകളയാണ്. ആ കാടിൻ്റെ വിസ്തൃതിക്കനുസരിച്ച് എത്ര മൃഗത്തിനെയാണ് അവിടെ നിൽക്കാൻ സാധിക്കുക, അതിലപ്പുറം വന്നാൽ കൊന്നുകളയാണ്. ഓസ്ട്രേലിയയിലൊക്കെ സീസണിൽ ഈ പറയുന്ന കങ്കാരുവിനെ വെടിവെക്കാൻ $100 സർക്കാർ അങ്ങോട്ട് റിവാർഡ് കൊടുക്കുകയാണ്. ഇതൊക്കെ ഈ രാജ്യത്ത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്മെൻറ്റ് കൺട്രിയിൽ. ഇവിടെ ഇത് പെറ്റുപെരുകിയാൽ ആവാസ വ്യവസ്ഥ ഉണ്ടാകുമോ എന്ന് പറയുന്ന ഇത് എന്ത് തത്വശാസ്ത്രമാണ്?